എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്? ഇവിടെ ഒന്നും ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നോക്ക് സരോജ, ഞാനും എന്റെ ഗുരുവും സ്ഥിരമായിട്ട് വന്നിരുന്ന് കള്ളു കുടിക്കുന്ന സ്ഥലമായത്. ഞാൻ ഗുരു അറിയാതെ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യാറുണ്ട് സീക്രട്ട് ആയിട്ട്. വന്ന കാര്യം വേഗം തീർക്കാൻ നോക്ക്. എനിക്ക് വേണ്ടി അവിടെ ഒരുപാട് പേര് കാത്തിരിക്കുക. അയ്യോ, ഇവള് വല്ലാത്ത സ്പീഡാണല്ലോ. ഇവളെ ഒതുക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. വേറെ ആരെങ്കിലും വേണം. ജസ്റ്റ് എ മിനിറ്റ്. എവിടെയാടാ? ഇവളെ ഒതുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ദാ വരുന്നു. എടാ, ആരടാ അത്? എടാ, എന്താ നേരത്തെ ചെയ്യുന്നേ? എന്റെ പൊന്നാനിയ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വെള്ളം അടിച്ച അലമ്പാണല്ലോ. സ്വപ്ന, അവനിട്ടൊരു പണി കൊടുക്ക്. Nobody can stop me. ഇന്ന് ഇവളുടെ കട്ടപ്പാടം ഞാൻ മടക്കും. സരു, എന്റെ ഒരു ചൂളമടിയിലെ ഫീലായി പോയല്ലേ. Wow, what a sexy body. Ready, I am also ready. സരു, എന്തിനാ ഇത്ര ആർഭാടമൊക്കെ? ഞാൻ നല്ല സരസന കൊച്ചു കള്ളി. നീ എന്ത് പണിയാടാ ചെയ്യുന്നേ? ഏതോ ഞരമ്പ് അവിടെ ഇവിടെ ഒക്കെ ചൂടായി. ചൂടായല്ലേ? ചുമ്മാ അറിയാതെ ഒന്ന് എടുത്ത് ചാടിയതാ. എത്ര തെറ്റ് ചെയ്തു നീ? ഒരുപാട് ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ കുടുംബത്തിന് നീ എന്താ ചെയ്തേ? അങ്ങനെയൊക്കെ ചോദിച്ച മുഖത്ത് ഞാൻ തുണിയൊക്കെ കെട്ടിവെച്ച് അവരെ ഞാൻ പല പ്രാവശ്യം പിശാസിനെ പോലെ പേടിപ്പിച്ചിട്ടുണ്ട്. എന്തിന്? അങ്ങനെയൊക്കെ ചോദിച്ച അയാൾ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയാൽ എനിക്ക് ആ വീട്ടിൽ കയറി ചെന്ന് ചെറിയ തരികടയൊക്കെ കാണിക്കാമല്ലോ. തെറ്റല്ലേ അത്? അതൊരു തെറ്റല്ല, ഒന്നൊന്നര തെറ്റാ. മുഖത്ത് തന്നെ അടിക്ക്. അടിക്കാം. അങ്ങനെ അല്ലടാ. നീ എന്താടാ ഈ പറയുന്നേ? ഞാൻ അങ്ങനെ ആർക്കാ ദ്രോഹം ചെയ്തേ? നീ ആലോചിച്ചാണോ ഈ സംസാരിക്കുന്നതൊക്കെ? നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറയാച്ചാ. നിന്നോടിപ്പോ ഞാൻ എന്താ പറയണ്ടേ? എന്റെ കല്യാണത്തിന് മുമ്പ് നടന്ന കാര്യങ്ങളായത്. ഇതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നേ? ആ വിഷയമാണ് ഇതിനെല്ലാത്തിനും കാരണം വെച്ചാ. കാര്യം എന്താണെന്ന് പറ. ഞാൻ നിന്റെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണിനെ സ്നേഹിച്ച് കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴുള്ള എന്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് നടന്നില്ല. എന്തു പറ്റി? ഇപ്പൊ അവരെവിടെയാ ഉള്ളേ? ഞാൻ നിന്റെ അമ്മയെ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം അവരറിഞ്ഞ് അവൾ ഒരു ദിവസം നേരിട്ട് എന്റെ അടുത്തെത്തി. എന്നെയും എന്റെ കൊച്ചിനെയും കൊണ്ടുപോകണമെന്ന് അവള് കാല് പിടിച്ച് എന്നോട് പറഞ്ഞു. എന്നാ അപ്പോഴത്തെ എന്റെ സാഹചര്യം വെച്ച് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിലും നീ എനിക്ക് കുറച്ച് സമയം താ, എല്ലാവരെയും ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും അവൾ കേൾക്കാൻ തയ്യാറായില്ല. അതിനുശേഷം പിന്നെ എന്താണ്ടായേ? കുറച്ച് നാളുകൾക്ക് ശേഷം നിന്റെ അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞ് അവളെ വിളിച്ചു കൊണ്ടുവരാന്നൊരു തീരുമാനമെടുത്ത് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ അവളെ തേടിപ്പോയി. എന്നാൽ അതിനുള്ളിൽ തന്നെ അവക്കൊരിക്കലും സംഭവിക്കരുതെന്ന് വിചാരിച്ചതെല്ലാം സംഭവിച്ചു. അവളും അവളുടെ കുഞ്ഞും ആത്മഹത്യ ചെയ്തു. അന്ന് എന്റെ മനസ്സിലുണ്ടായ സങ്കടം ആരോട് തുറന്നു പറയാൻ കഴിയാതെ ആ നിമിഷം മുതൽ ഇന്ന് വരെ ആരെയും അറിയിക്കാതെ ഞാൻ ഓരോ ദിവസവും ഞാൻ മരിച്ച് ജീവിക്കുകയായിരുന്നു മോനെ. അച്ഛാ, അവരുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? എന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ ഫോട്ടോ ഞാൻ എവിടെ വെച്ച പോലെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അതെവിടെ വെച്ചെന്ന് പോലും ഞാനിപ്പോ ഓർക്കുന്നില്ല. നമുക്കൊന്ന് നോക്കാം.